നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരിടം കൂടിയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുചക്ര വാഹനം ഓടിക്കുന്നവർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പത്തനംതിട്ടയിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ നിന്ന് സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇവിടെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മുടെ തോമസ് സാറിനാണ്, സഹാബനാണ് ഇവിടെ ചാൻസ്. മറ്റേ നമ്മുടെ MP 10-15 കൊല്ലയുടെ പരിചയത്തിന് വലിയ നേട്ടങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പുതിയതായിട്ട് വന്ന് അനിൽ ആൻ്റണിയാണ്, അതിപ്പം മറുകണ്ഠം ചാടി വന്നാൽ. നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് ചർച്ച നടക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ തന്നെ ഒരു സാമ്പിൾ കേട്ടല്ലോ, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. ചേട്ടൻ്റെ പേര്? ശൈലേഷ് കുമാർ. ശൈലേഷ് കുമാർ ചേട്ടൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വിലയിരുത്തലുള്ളൂ. ഇതിനെക്കാട്ടും വലിയ വിലയിരുത്തൽ ആയിരിക്കും ഈ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിനോടുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമുക്ക് ആദ്യം ചേട്ടാ പൈസ ഇറങ്ങി വാ. അപ്പോൾ നമുക്ക് ഈ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരോട് തന്നെ ചോദിക്കും, എങ്ങനെയാണ് ഇവർ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരുമായിരുന്നു തിരഞ്ഞെടുപ്പിനെ പറ്റി. എങ്ങനെ പോകുന്നു ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇവിടുത്തെ നമ്മുടെ LDF-ൻ്റെ സ്ഥാനാർത്ഥി അംബിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. എങ്ങനെ സ്ഥാനാർത്ഥി? നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ആര്? തോമസ് ഐസക്. എങ്ങനെ പോകുന്നു? എനിക്ക് ഇങ്ങോട്ടു എങ്ങനെ ചേട്ടാ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? നമ്മൾ ഈ പ്രാവശ്യം ഡോക്ടർ തോമസ് ഐസക് ജയിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ മറ്റവരൊക്കെ കാലുമാറലുമായിട്ടൊക്കെ നടക്കുമല്ലേ. കോൺഗ്രസിൻ്റെ ആൾക്കാർ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു, അതുകൊണ്ടൊക്കെ മനുഷ്യൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് തോമസ് ഐസക് ഈ പ്രാവശ്യം വിജയിക്കുമെന്നാണ് നമ്മുടെ അങ്ങനെ ഒരു അഭിപ്രായമാണ് ആളുകൾ പറയുന്നത്. കൂടുതൽ ആളുകളിൽ കൂടെ ചോദിക്കാം. കൂടുതൽ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തോമസ് ഐസക് തന്നെ ജയിക്കും. കാരണം ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള ഭരണ അഴിമതിയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കിവിടെ ഇപ്പം പുള്ളി ഭരിച്ച് MP ആയിട്ട് ഭരിച്ച് നമുക്ക് ഒന്നും നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല. ലെഫ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ഞങ്ങളുടെ താല്പര്യം, ആഗ്രഹവും. അല്ല മറ്റൊരു ഇതര പാർട്ടിക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. സലേഷേട്ടാ, തുടക്കത്തിലെ പോലെ തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡ് മൊത്തം ഇടതുപക്ഷമാണോ? ഞങ്ങൾ ഇടതുപക്ഷം. എന്തായാലും ഈ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിനടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഭൂരിപക്ഷം ആളുകളും ഡോക്ടർ TM തോമസ് ഐസക്കിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റ് 2-3 ഓട്ടോ സ്റ്റാൻഡുകളൊന്ന് പോയിട്ട് അവസാനിപ്പിക്കാം. എൻ്റെ അഭിപ്രായം അങ്ങനെ വരില്ല. 3 പേരും നല്ല ഇതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജയമെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലേക്കുള്ള ഇതല്ലേ, അപ്പം നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. തിരുവല്ലയിലെ ബിലിവേഴ്സിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കോഴഞ്ചേരിയിലെ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ രാഷ്ട്രീയ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആര് നിന്ന് ജയിച്ചാലും നാട്ടുകാർക്ക് യാതൊരു പ്രയോജനമില്ല. ഈ പത്തനംതിട്ടക്കാർക്ക് ഒരു പ്രയോജനമില്ല. ആരും ചെല്ലും നാടിനെ കഴിവുള്ളവനെ പിടിച്ച് ജയിപ്പിക്കുക, അതാണ് എൻ്റെ തീരുമാനം. അതാണ്. എനിക്കങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയ ഇതിൽ നീങ്ങുന്ന കൂട്ടത്തിലല്ല. BJP നല്ല പ്രകടനമാണ് നടക്കുന്നത്. മോദിയുടെ നല്ല രാഷ്ട്രീയമാണ്, കുഴപ്പമൊന്നുമില്ല. പ്രചോദനം പുള്ളി തന്നെ എടുക്കും. ആൻ്റണി സാർ നല്ല പ്രകടനങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. സാറ് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴും റോഡിൻ്റെ ഇവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ കാണാം, പുള്ളിയുടെ സാറിൻ്റെ പേര് വെച്ചിട്ട് ഫ്ലെക്സ് ബോർഡൊക്കെ കാണാം. പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ പറഞ്ഞാൽ അറിയാലോ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഭരിച്ച UDF ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ തന്നെ കോഴഞ്ചേരിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വികസന പ്രവർത്തനം ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഈ പ്രാവശ്യം രാഷ്ട്രീയപരമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കൂടി ഈ പ്രാവശ്യം ഇടതുപക്ഷം ഭരിക്കണമെന്നാണ് ആഗ്രഹം. ബിലിവേഴ്സിലെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ മാത്രമല്ല, കോഴഞ്ചേരിയിലെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരും വളരെ ഗൗരവമുള്ള രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. കോഴഞ്ചേരിയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.